ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വലിയ സെറ്റപ്പായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. പക്ഷെ അത് ഇത്ര കുഞ്ഞൊരു വീഡിയോ ആയിട്ട് ഒതുങ്ങിപ്പോയി. അപ്പം ഞങ്ങൾ ഇന്ന് എൻ്റെ ഒരു കസിൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ട് പത്തനംതിട്ടയിൽ. ആൻറ്റിയുടെ വീട് അവിടെയാണ്. അപ്പോൾ അവിടെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്തേക്കാണിത്. അപ്പം അബ്ചേട്ടൻ വരുന്നില്ല. അബ്ചേട്ടന് ബിസിനസ്സിൽ കുറച്ച് തിരക്കൊക്കെ ഇടുന്നെന്ന് പറഞ്ഞു. ഭയങ്കര ബിസി മാനാണ്. അപ്പോൾ പിന്നെ ആളില്ല എന്ന് പറഞ്ഞു കേട്ടോ. അവർ നിർബന്ധിക്കാനും പോയില്ല, തിരക്കുകളല്ലേ. അപ്പം ഞാനും അച്ഛനും അമ്മയും അനിയത്തിയും അങ്ങനെ എല്ലാവരും ഉണ്ട്. പിന്നെ അമ്മയുടെ സൈഡിൽ നിന്നുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ട്രാവലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കണം. അമ്മയുടെ വീട് അവിടെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു 3:30 ആയപ്പോൾ അവർ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം 4 മണിയാകുമ്പോൾ ഇവിടെ എത്തുമെന്നും പറഞ്ഞു. മാമൻ തലേ ദിവസം വിളിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ, ഇത്ര നേരത്തെ നിങ്ങൾ ഇറങ്ങേണ്ട ആവശ്യമില്ല, നല്ല റോഡാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയത് എത്രയോ ഭാഗ്യമാണെന്ന് ഞങ്ങൾക്ക് പിന്നീടുള്ള യാത്രയിൽ തോന്നിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ഒന്നും എനിക്ക് ഇടാൻ പറ്റാത്തൊരവസ്ഥയായി. എന്താ വെച്ചാൽ ഭക്തിഗാനങ്ങൾ വെച്ചേക്കായിരുന്നു. ശരിക്കും ഒരു അമ്പലയാത്ര പോലൊരു ഫീൽ എനിക്ക് കയറിയപ്പോൾ തോന്നിയായിരുന്നേ. എല്ലാവരും ഓണായിരുന്നു കേട്ടോ. ആ ഒരു ടൈമാണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന്. പക്ഷെ ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ക്ഷീണം വന്ന ഒരു ഇതെന്ന് വെച്ചാൽ അങ്കമാലി എത്തിയപ്പോൾ എൻ്റെ പൊന്നെ നല്ല ബ്ലോക്കായിരുന്നു. അപ്പുറം വലിയ വലിയ വണ്ടികളും 1.5 മണിക്കൂറിന് മുകളിൽ ഞങ്ങൾ ബ്ലോക്ക്. അങ്ങനെ പിന്നെ വേഗം AC ഇടാൻ പറഞ്ഞു. വെച്ചാൽ വണ്ടിയിൽ ഡീസൽ അടിച്ചിട്ട് AC ഇടാന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യേണ്ടായിരുന്നു. ചൂടെടുത്തിട്ട് വയ്യായിരുന്നു. ഞാനാണെങ്കിൽ ആ സാരിയൊക്കെ കെട്ടി ഒരുക്കിയിട്ട് പോയിണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ ഇടുമ്പോഴല്ലേ ഇതൊക്കെ ഉടുക്കുക. അപ്പം ഞാൻ എൻ്റെ കസിൻസിൻ്റെ അടുത്ത് 1-2 പേരെ അടുത്ത് ഉടുക്കാൻ പറഞ്ഞായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാവില്ലേ കുറെ. അതെന്താടി ആ വാഷ്റൂമിനോട് സുഖം എഴുതി വെച്ചേക്കണേ. മറ്റേ ഞാനാദ്യമായിട്ട് കണ്ടേ. അത് അല്ല, അയ്യോടെ ഹിന്ദിയിൽ ആ സുഖം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വേറെ മീനിങ് ഉണ്ടോ? അത് ബംഗാളികൾക്ക് വായിക്കുള്ളതാ സുഖം. അത് സുഖം തന്നെയല്ലേ. ചുഞ്ഞിപ്പെണ്ണി മാമ ഊട്ടി പോവാ. മാമ ഊട്ടിക്കൊടൈക്കനാല് പിടിച്ചിരിക്കുക. സ്വന്തം അച്ഛനെ തിരിച്ചറിയില്ല അല്ലേ? അതൊരു സുഖം. അല്ല പോയി സുഖം കിട്ടിയോ? സുഖത്തില് പോയിട്ട് സുഖം കിട്ടിയോ? അച്ചാച്ചനോട് ചോദിക്കി സുഖം കിട്ടിയോ? അച്ചാച്ചാ സുഖം ഉണ്ടായിരുന്നു അവിടെ പോയപ്പോ. പിന്നെ അങ്ങടെ അലമ്പായിരുന്നു കേട്ടോ എല്ലാവരും. എന്താ വെച്ചാൽ ആ ഒരു വൈബ് പോലെ കുറേ നേരം ഉണ്ട് ട്രാവലിങ്. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ആ ബ്ലോക്കിൽ കിടന്ന് മടുത്തായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ സ്ഥലം ഫ്രണ്ടിലായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ഓരോ അന്താക്ഷരിയും ഇതൊക്കെ കളിച്ച് നിന്നു കേട്ടോ. ടൈം പോകണ്ടേ. വിശന്നും തുടങ്ങിയായിരുന്നു. നമ്മൾ നേരത്തെ എണീക്കുമ്പോൾ നമുക്ക് നേരത്തെ വിശക്കുന്നല്ലേ. അപ്പോൾ പിന്നെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നിർത്താമെന്ന് പറഞ്ഞിട്ട്, കാരണം മാമന്മാരും അമ്മയും ഇവരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് കുറേ പേർക്ക് മരുന്ന് കഴിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ വല്ലാതെ ലേറ്റ് ആവണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഹോട്ടലിൽ കാണുമ്പോൾ നിർത്താമെന്ന് ഡ്രൈവർ കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത്. അവൾ ഇത്ര ലോങ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോയിൽ കാണാനൊന്നുമില്ല. അത് ചെറിയൊരു കുഞ്ഞൊരു വീഡിയോ ആയി പോവും. അപ്പോൾ പിന്നെ ഇത് എന്തെങ്കിലും ആഡ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കാണാണ്ടാവില്ല. ഇതൊരു രസമല്ലേ. പിന്നീട് ഇതൊക്കെ കാണുമ്പോൾ ഓർമ്മയല്ലേ ഇതെല്ലാം.
വണ്ടി തട്ടി പറഞ്ഞേ കുഞ്ഞേ. ഒരു കാറിന്റെ സൈഡിൽ പോയിട്ട് ഇടിച്ചോളൂ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ ഡ്രൈവർ ചേട്ടൻ ഇറങ്ങി പോയിട്ടുണ്ട്. നോക്ക് വായിച്ചോക്ക്, ഇതിൽ ഏതാ വേണ്ടെന്ന് പറഞ്ഞോ. വെറൈറ്റി ഏതാ? വെജിറ്റേറിയൻ അല്ലേ? അമ്മടെയാ അമ്മയൊക്കെ ഫുഡ് കഴിച്ചിട്ടിരിക്കുന്ന ഇരിപ്പാട്ട്. അമ്മ ഭയങ്കര ഫാസ്റ്റായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാ. അമ്മ പിന്നെ ഇതേ കൂളറിൻ്റെ അവിടെ പോയിരിക്കുക. ഞങ്ങളെല്ലാവർക്കും നന്നായി വിശക്കുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുവരുമ്പോൾ തന്നെ എനിക്ക് എന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു എല്ലാവരും. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് നേരത്തെ വിശക്കുമല്ലോ. അപ്പം എല്ലാവർക്കും വിശന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 8 മണി 8:30 ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഭക്ഷണം കഴിക്കാൻ. ഞങ്ങൾ ഫംഗ്ഷൻ നടന്നു, ഞങ്ങൾ കല്യാണം എത്തിയിട്ടോ. ഇതാണ് അനൂപ, എൻ്റെ മാമൻ്റെ മോളാണ്, എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മോളാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്നതാണ് കേട്ടോ വുഡ് ആളുടെ ശ്രീരാജ് എന്നാണ് പേര്. അവിടെ അടുത്ത് തന്നെയാണ് വീട് ശ്രീരാജിൻ്റെയും. അവർ റിലേറ്റീവ്സാണ്. അങ്ങനെ ഞങ്ങൾ എത്തിയോട് കൂടെ വേഗം എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനൊക്കെ നടന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ആദ്യമായിട്ടാണല്ലോ പോകുന്നത്. ഞങ്ങളപ്പോൾ അവിടെ കറങ്ങി നടന്ന് അവർ പഴയ തറവാട് വീടൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊരു ഇവരുടെ മാമൻ്റെ അമ്മയുടെ കല്യാണത്തിന് പോയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ഒന്ന് കുഞ്ഞായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ കിടന്ന് കറങ്ങി നടന്നു. പിന്നെ ഞങ്ങൾ ഒരു റീൽ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് പഠിക്കുകയാണ് എല്ലാവരും. ഇപ്പം എല്ലാവർക്കും റീൽ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ പെർഫെക്ഷൻ ആവണമെന്നൊന്നല്ല, പക്ഷെ എല്ലാവർക്കും അത് ഇഷ്ടമാണ്. എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ആ റീല് പാറുവിൻ്റെ കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ റെഡിയാക്കി വെച്ചതാണ്. പക്ഷെ അന്ന് അത് എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പം മുന്നേ ഗ്രൂപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ചിലവരൊക്കെ അത് പഠിച്ചു വന്നിട്ടുണ്ട്, ചിലവരത് പഠിച്ചിട്ടില്ല. അപ്പം പിന്നെ എല്ലാവരും അവിടെ നിന്ന് പഠിച്ചു കേട്ടോ. പിന്നെ റീലെടുക്കാനുള്ള സ്ഥലം തപ്പി നടപ്പായിട്ടോ. അപ്പോൾ അവിടെ ഒരു കനാല് പോകുന്ന ഇതൊക്കെ ഉണ്ട്, നമ്മൾ അവരുടെ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് കാണാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി, എന്നിട്ട് അങ്ങോട്ട് നടന്നു റൂട്ടിൽ കൂടെ. അപ്പോൾ ഇതാണ് കേട്ടോ കനാല് പോണത്. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള സ്ഥലമാണ് തപ്പി നടക്കുന്നത്. എന്നിട്ട് പിന്നെ ഒരാളുടെ എടുത്താൽ പോരല്ലോ, ഒരാളെടുത്ത് ആ സെയിം പൊസിഷനിൽ നിന്ന് ബാക്കി എല്ലാവരും എടുത്തിരുന്നു. ദിബിന് എനിക്ക് ഒരു ഫോട്ടോ എടുത്തന്നത് അവന് ഓർമ്മയുള്ളൂ. പിന്നെ എല്ലാവരും നിന്ന് വന്ന് നിറച്ച് ഫോട്ടോ എടുത്തേ. എല്ലാവരും നല്ല സന്തോഷമായിരുന്നു. അതാണ് മെയിൻ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 1-2 നല്ല ഫോട്ടോസൊക്കെ കിട്ടി. ഞങ്ങളുടെ ഇത്രയും പ്രായത്തിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയത് ആദ്യമായിട്ടാണ് കേട്ടോ. നമ്മൾ ഇത്രയും പ്രായം ആവേണ്ടി വന്നു എന്ന് ഞാൻ വീഡിയോൻ്റെ വോയിസ് ഒന്നും അധികം ഇടാൻ പറ്റാത്തൊരവസ്ഥ. കാരണം അതുമാതിരി അലമ്പായിട്ടാണ് എല്ലാവരും നടക്കുന്നത്. പിന്നെ അവിടെ അവരമ്പലത്തിൽ, തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഭക്തിഗാനങ്ങളല്ലേ വെക്കുക, അവിടെ ഫിലിം സോങ്സൊക്കെ നല്ല ഐറ്റം സോങ്സൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളെല്ലാവരും വണ്ടടിച്ച് പോയി, ഇതെന്ത് ഇങ്ങനത്തെ പാട്ടൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ ഉച്ച സമയമായിരുന്നു, ചിലപ്പോൾ അതുകൊണ്ടാവാം. പിന്നെ ഞങ്ങളെല്ലാവർക്കും ഉള്ള സീറ്റ് കിട്ടിയിട്ട് ഇരിക്കണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ എല്ലാവരും ഇവിടെ ഇങ്ങനെ വട്ടത്തിലിരിക്കുന്നത്. അപ്പോഴേക്കും വിശന്ന് തുടങ്ങിയിട്ടോ. കാരണം നമ്മൾ അവിടെ നിന്ന് നേരത്തെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ തന്നെ പേപ്പറൊക്കെ വിരിച്ച് ഞങ്ങൾ വേഗം ഇരുന്നു കേട്ടോ. പിന്നെ മാമന്മാരും എല്ലാവരും കൂടെ ഞങ്ങൾക്ക് വിളമ്പിയൊക്കെ തന്നു. അവിടുത്തെ സദ്യ മൊത്തത്തിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ തൃശ്ശൂരുള്ളൊരു ടേസ്റ്റ് അവിടെയെന്ന് പറഞ്ഞാൽ ആദ്യം ചോറ് വിളമ്പി, പിന്നെ ആദ്യം പരിപ്പ് കൂട്ടി കഴിച്ച്, പിന്നെ സാമ്പാർ കൂട്ടി കഴിച്ച്, അങ്ങനെയൊക്കെ പറയുമല്ലോ. ഞാനതൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു രീതിയാണ് കേട്ടോ അവരുടെ. നമ്മുടെ തൃശ്ശൂരൊന്നും അങ്ങനെയല്ല. ഡയറക്റ്റ് ചോറിൽ നമ്മൾ സാമ്പാർ ഒഴിച്ചിട്ടാണ് കഴിക്കുക. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് രസവും മോരൊക്കെ നമ്മൾ കഴിക്കും. അല്ലാതെ ഇത് വേറൊരു കൈൻഡ് ഓഫ് സദ്യയാണ്. പിന്നെ പുളിശ്ശേരിയൊക്കെയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. ഒരു ചമ്മന്തിപ്പൊടി പോലത്തെ ഒക്കെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പൈനാപ്പിൾ കിച്ചടിയോ അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ കറികളൊക്കെ നമ്മളായിട്ട് സിമിലർ, ചെറിയൊരു രീതിയിലെങ്കിലും സിമിലാരിറ്റി തോന്നിയായിരുന്നു. എങ്കിലും എരിവൊക്കെ കുറവായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം ഞങ്ങളിത് ഈ വരിയിലിരുന്നവർ ഇവരൊക്കെ ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എത്തിച്ച് നോക്കണം. പിന്നെ ഞങ്ങൾ ശ്രീരാജിൻ്റെ വീട് അവിടെ അടുത്താന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ ശ്രീരാജിൻ്റെ എന്തായാലും ഭാഗ്യമുണ്ട് കേട്ടോ. കാരണം കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ വീട്ടിൽ പോവാം. എല്ലാവരും നല്ല പരിചയമുള്ളവരാണ് കേട്ടോ. അത് നല്ലൊരു ബീച്ചിൽ പോകണമെന്നുണ്ടെങ്കിൽ വേഗം ഇറങ്ങാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ റീലൊക്കെ എടുത്ത് കഴിഞ്ഞ് വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങി. അങ്ങനെ തുമ്പോളി ബീച്ചിൽ പോയായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാനുള്ള അവധി എനിക്ക് ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ ഡൗൺ ആയി പോയായിരുന്നു. ഞാൻ വണ്ടിയിൽ കയറി സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. പിന്നെ ബീച്ചിൽ നിന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തവരാരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിള്ളേരൊക്കെ നല്ല കളിയായിരുന്നേ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ കളിച്ചു. ഒരു റീൽ അവിടെ നിന്ന് എടുത്തായിരുന്നു. റീലെടുക്കാതെ എന്ത് ആഘോഷം എന്ന് പറയണ പോലെ ഇപ്പോഴത്തെ ഓരോ യാത്ര. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി പത്തനംതിട്ടയിലേക്കുള്ള യാത്ര ആളുടെ കല്യാണത്തിനായിരിക്കും.
അപ്പോൾ ഒരു ഓർമ്മകളല്ലല്ലോ ഓരോ യാത്രകളും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബായ്.